Good morning, my dear friends. Our next topic, measurement of price elasticity of demand. Measurement of price elasticity of demand. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ബാക്കപ്പ് നമ്മൾ നടത്താറുണ്ട്. Then what is meant by elasticity of demand? The rate of quantity demanded due to change in price. The rate of the responsiveness of quantity demanded due to change in price. പ്രൈസിൽ ഉണ്ടായേക്കാവുന്ന വേരിയേഷൻ മൂലം എത്രമാത്രം ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് തന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് വളരെ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓർക്കുണ്ടോ? ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ദെൻ ഫസ്റ്റ് വൺ ഈസ് എന്തായിരുന്നു? Then first one is that is perfectly elastic in demand. Second one is perfectly inelastic in demand. Then third one is unit elasticity, and fourth one is relatively elastic demand, and fifth one is relatively inelastic in demand. These are the different degrees of price elasticity. അതിൽ പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഉണ്ടോ, ഇലാസ്റ്റിസിറ്റി ഒട്ടും ഇലാസ്റ്റിസിറ്റി ഇല്ലേ, അതായത് പ്രൈസിന് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ. ഒട്ടും ഫ്ലക്ച്വേഷൻ ഇല്ലെങ്കിൽ അതിനെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും, ധാരാളം ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നും പറയണം. യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ താരതമ്യേന കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ഇലാസ്റ്റിക് ആയിരിക്കും ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താരതമ്യേന ഇൻഇലാസ്റ്റിക് ആയിരിക്കും ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റിയെ കുറിച്ച് പഠിച്ചത്. നെക്സ്റ്റ് ടോപ്പിക്, മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ഇലാസ്റ്റിസിറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. വേരിയസ് മെത്തേഡ്സ് വിച്ച് ക്യാൻ ബി മെഷർ ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗിവൺ പ്രോഡക്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഇലാസ്റ്റിറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മൾ വേരിയസ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആർ, ഫസ്റ്റ് വൺ ഈസ് പ്രൊപ്പോർഷണൽ മെത്തേഡ്, second one is expenditure method, third one is geometric method, and fourth one is arc method. But what are the measures? Then first one is proportional or percentage method. Proportional or percentage method. Then second one is expenditure method. Expenditure method. Or outlay method. Third one is arc method, geometric method and arc method. Geometric method, മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ഫസ്റ്റ് മെത്തേഡ് ഈസ് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. Second one is expenditure or outlay method. Then third one is geometric method, and fourth one is arc method. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന പ്രൊപ്പോർഷണൽ ഓർ പേഴ്സൻറ്റേജ് മെത്തേഡാണ്. അതായത് ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലാസ്റ്റിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇലാസ്റ്റിറ്റി ഈസ് ഇൻഫിനിറ്റ് എന്ന് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ ഡിമാൻഡാണ്. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിറ്റിയും, ദെൻ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്നും, ദെൻ അതർവൈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്നും പറയണം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ ദെൻ ഫസ്റ്റ് മെത്തേഡ് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡാണ്.
Under this method, the elasticity of demand is measured by the ratio between the proportionate or percentage method, percentage change in the quantity demanded, and proportionate or percentage change in price. It is also known as the formula. What is the percentage method പ്രകാരം നമുക്ക് proportional or percentage method പ്രകാരം നമുക്ക് എന്ത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും? ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. Then in the formula, then proportionate change in quantity demanded divided by proportionate change in price. Already പഠിച്ചിരിക്കുന്ന മെത്തേഡ് ആണ് ഇത് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇതിൽ നമുക്ക് ആദ്യം അപ്പോൾ 4 മെത്തേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. സെക്കൻഡ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓർ ഔട്ട്ലേ മെത്തേഡ്. ആൻഡ് തേർഡ് വൺ ഈസ് ജോമെട്രിക് മെത്തേഡ്. And fourth one is arc method. These are the various methods for measuring the elasticity of demand. Then first one is proportional or percentage method. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അതിൻ്റെ ഇലാസ്റ്റിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ഓർ പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് proportionate change in quantity, proportionate change in quantity demanded, change in quantity demanded divided by proportionate change in price. Proportionate change in ഇത് മുൻപ് പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ് proportionate change in price. അപ്പോൾ ഫോർമുല നോക്കാം. പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി. ഇങ്ങനെയാണ് പറയുക. പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു എന്താ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി all divided by proportionate change in price is equal to change in price divided by original price. അപ്പോൾ ഇങ്ങനെ ഫോർമുല എഴുതാൻ പറ്റി നമുക്ക്. proportionate change in quantity demanded is equal to then delta q divided by q all divided by delta p divided by p. ഇതാണ് ഫോർമുല. delta q divided by q all divided by delta p divided by then നമ്മൾ എന്ത് എഴുതും? അതിൻ്റെ റെസിപ്രോക്കലിലേക്ക് മാറ്റും. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു പി ബൈ ഡെൽറ്റ പി. ദെർഫോർ ഈ ഫോർമുല നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ്. ഏതാ? പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൊപ്പോർഷണൽ മെത്തേഡ് ഓർ പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയും. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. നിങ്ങൾക്ക് ഈ ഫോർമുല അറിയാം. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയാം. ദെർഫോർ നമുക്ക് കിട്ടുന്ന ആൻസറിന് 1 ആണെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു? യൂണിറ്റ് ഇലാസ്റ്റിറ്റി. ആൻസർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്. ദെൻ ആൻസർ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെന്ത് പറയും? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്. ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്നുള്ളതാണെന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ എന്താണ്? അത് അനന്തമാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 0, ദെൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്. ഇങ്ങനെ നമുക്ക് ആ പ്രോഡക്റ്റിന് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സപ്പോസ് മാംഗോസ് ആർ സെല്ലിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1 each and consumer demands 10. If the price falls to 80 paise, demand will be 15. Find out elasticity. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സപ്പോസ് മാംഗോസ് ആർ സെല്ലിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1 each. ഒറിജിനൽ പ്രൈസ് തന്നിരിക്കുന്നതിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ പ്രൈസ് എന്താ പറയുക? P is equal to 1. Then mangoes suppose are selling, price is ₹1 each and consumer demands 10.
ദെൻ ആ സമയത്ത് കൺസ്യൂമർ 10 ആണ്, ഒറിജിനൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 ആണ്. ദെർഫോർ ദെൻ ഇലാസ്റ്റിറ്റിയിലെ ഇഫ് ദ പ്രൈസ് ഫോൾസ് 0.80, അതായത് പ്രൈസ് 80 പൈസയായിട്ട് കുറഞ്ഞു. 80 പൈസയായിട്ട് കുറഞ്ഞു വെച്ചാൽ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.80, ദാറ്റ് ഈസ് 0.20. ദെൻ ക്വാണ്ടിറ്റി ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ദെൻ അവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 ആണ്. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എഴുതിയത്. എക്സാമ്പിളിൽ പി ഈസ് ഈക്വൽ ടു 1, ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു 10. പ്രൈസ് 1 രൂപയായിരുന്നപ്പോൾ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിരുന്നു? 10 ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്തിരുന്നു. ദെൻ ഡെൽറ്റ പിയിലേക്ക് മാറിയപ്പോൾ, അതായത് പ്രൈസ് നമ്മൾ ഒന്നുകൂടെ വ്യത്യാസം വരുത്തി, 1 രൂപ എന്നുള്ളത് 80 പൈസയാക്കിയിട്ട് മാറ്റി. 80 പൈസയാക്കിയപ്പോൾ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0.20. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 15 മൈനസ് 10, ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 5. ഇനി നമുക്ക് നോക്കേണ്ടത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് ഫോർമുല. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി 0.20 ഇൻറ്റു ദെൻ പി ബൈ ക്യൂ. പി ഈസ് ഈക്വൽ ടു 1, ക്യൂ ഈസ് ഈക്വൽ ടു 10. Therefore answer is 5/20. ദെൻ ഇവിടെ ഫോർമുല പി ബൈ ക്യൂ ആണ്. പ്രൈസ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 2.5. ആൻസർ ഈസ് 2.5. Therefore relatively elastic demand. ഇവിടെ എന്താ പറഞ്ഞാൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയാം. ആൻസർ ഈസ് 2.5 ആണ്. ദെർഫോർ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ദെൻ 2.5 എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. 1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? യൂണിറ്റ് ഇലാസ്റ്റിറ്റി എന്ന് പറയും, ഇല്ലേ? അതേപോലെ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ആൻസർ ഈസ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്. ആൻസർ ഈസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ എന്താ പറയുക? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഫസ്റ്റ് വൺ ഈസ് പേഴ്സൻറ്റേജ് മെത്തേഡ്. അപ്പോൾ പേഴ്സൻറ്റേജ് മെത്തേഡ് മനസ്സിലായല്ലോ. പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? പേഴ്സൻറ്റേജ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. Proportionate change in quantity demanded is equal to change in demand divided by original demand. Then proportionate change in price is equal to change in price divided by original price. ഇതാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല. ദെൻ ഇവിടെ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുക. ഈ മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ഇത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇലാസ്റ്റിറ്റി ക്യാൻ ബി, ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ മാർഷൽ. Under this method, the elasticity is measured by estimating the total expenditure as a result of change in price and quantity demanded. Second method, expenditure or outlay method. Second method, expenditure or expenditure or outlay method. എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ് പ്രകാരം ഇപ്പം നമ്മുടെ കയ്യിലൊരു 100 രൂപയുണ്ടെന്ന് കരുതാം. ആ 100 രൂപയായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോയി. വില കുറഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി. വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുമല്ലോ. കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോഴാണല്ലോ അതിന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 രൂപയിൽ തന്നെ നമ്മൾ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിറ്റ് ഇലാസ്റ്റിറ്റിയാണ്.
അതായത് 50 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം നമ്മൾ 100 രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, 1 കിലോന് 100 രൂപയാണെന്നാണ് അറിഞ്ഞിട്ടാണ് നമ്മൾ പോയിരിക്കണേ. അവിടെ ചെന്നപ്പോൾ 1 കിലോന് 50 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 കിലോ വാങ്ങുകയാണ്. 2 കിലോഗ്രാം വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അപ്പോൾ എത്ര തന്നെയാണ്? 100 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ യാതൊരു ചേഞ്ചും ഇല്ല. വില കുറഞ്ഞപ്പോഴും നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു വ്യത്യാസമില്ല. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി, ഒരു ചേഞ്ചും ഇല്ല. ദെൻ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് എമൗണ്ട് തന്നെയാണ് ചിലവഴിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ വില കുറഞ്ഞപ്പോൾ നമ്മൾ 100 രൂപയല്ലേ ഉള്ളൂ, 50 രൂപയല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 കിലോഗ്രാം മേടിക്കാം എന്ന് പറയുന്ന ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് 150 രൂപയാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് 100 രൂപയാണ്. വില കുറഞ്ഞതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ചേഞ്ച് വരുമ്പോൾ അത് 150 റുപ്പീസായിട്ട് മാറി. ആ 150 റുപ്പീസായിട്ട് മാറിയപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്തു. സോ ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ നമ്മൾ വില കൂടിയത് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നില്ല, വില കൂടി നമുക്കിനി ഒന്നുകൂടെ കുറച്ച് വാങ്ങിക്കാം എന്ന് കരുതുകയാണ് ചെയ്യുന്നതെങ്കിൽ ദെൻ 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ പോയ ആൾ 100 രൂപയ്ക്ക് വാങ്ങിക്കാതെ 80 രൂപയ്ക്ക് അത് വാങ്ങിയിട്ട് പോരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക പറയുക? അവിടെ നമുക്ക് പ്രൈസ് കൂടിയതിനനുസരിച്ച് പ്രൈസ് കൂടിയപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ യൂണിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നതാണ് എന്ത് പറയുക? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ മെത്തേഡ് അവിടെ എഴുതേണ്ടത് ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ മാർഷൽ. അണ്ടർ ദിസ് മെത്തേഡ് the elasticity is measured by changes in total expenditure as a result of changes in price and quantity demanded. അവിടെ നോക്കാം. ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ചേഞ്ച് ഇൻ പ്രൈസ് ലീഡിങ് ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. കോസസ് ചേഞ്ച് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ഓൺ കമ്മോഡിറ്റി ബൈ ലുക്കിംഗ് വേരിയേഷൻ ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി നോക്കാം. ദെൻ ഒറിജിനൽ പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ്, ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ 3 കോളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ദെൻ ഫസ്റ്റ് കോളത്തിൽ ഒറിജിനൽ പ്രൈസ് 3 കിലോഗ്രാം ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 18 × 3 ദറ്റ് ഈസ് 18 × 3 ഈസ് ഈക്വൽ ടു 54. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് 15 4 ദറ്റ് ഈസ് 15 × 4 60. Then 12 5 12 × 5 60. Next 9 6 നമ്മുടെ എക്സാമ്പിളിൽ പ്രൈസ് ഈസ് 18, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 3, 18 × 3 ദറ്റ് ഈസ് 54, ദറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെൻ വില കൂടിയപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് വാങ്ങിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെൻ സെക്കൻഡ് കേസിൽ 15 × 4 ദറ്റ് ഈസ് 60. ദെൻ നെക്സ്റ്റ് കേസിൽ 12 × 5 ദറ്റ് ഈസ് 60, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. തേർഡ് കേസിൽ ദെൻ P × Q 9 അതായത് വില കുറഞ്ഞതോടുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട്. 9 × 6 ദറ്റ് ഈസ് 54, ദറ്റ് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. ഇങ്ങനെയാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓർ അനദർ എക്സാമ്പിൾ കൂടെ നമുക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവാനായിട്ട് വേറൊരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. ദെൻ വേറെ എക്സാമ്പിളിൽ ദെൻ കേസ് 1 പ്രൈസ് mango total money spent
total money spent. Elasticity, അതായത് ഏതൊക്കെ കോളം? പ്രൈസ് കോളം. കേസ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ദെൻ ഫോർ റുപ്പീസാണ്. ദെൻ 50, that is 200. 3.6, 60 kilogram, 216. Elasticity greater than 1. Then case 2 നോക്കുകയാണെങ്കിൽ 3, 80 kilogram, 240. Then 3 എന്നുള്ളത് വില കുറഞ്ഞു, 2.40, 100, 240. Therefore elasticity is equal to 1. Third കേസിലെ കേസ് 3, 2, 110, 220, 1.60, 120, 192. Elasticity less than 1. ഇവിടെ നോക്കാം, ഈ 3 എക്സാമ്പിൾ നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രൊഡക്റ്റിനെ മാംഗോനെ 4 റുപ്പീസ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. 4 റുപ്പീസ് വെച്ചിട്ട് 50 നമ്പറാണ് അദ്ദേഹം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 4 × 5 200 റുപ്പീസാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയാണ്. ദെൻ ആ 4 റുപ്പീസ് എന്നുള്ളത് ഒന്നുകൂടെ വില കുറഞ്ഞപ്പോൾ 3.6 ആണെങ്കിൽ വില കുറഞ്ഞു. സെയിം ടൈം അത് 50 യൂണിറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരാൾ 60 യൂണിറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. ദെർഫോർ 216, ശരിക്കും പറയുകയാണെങ്കിൽ 200 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു വ്യക്തി 216 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ മണി എക്സ്പെൻഡിച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ 200 റുപ്പീസ് എന്നുള്ളത് 216 എന്ന് പറയുന്ന 216 റുപ്പീസായിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇലാസിറ്റി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1. അവിടെ നമുക്ക് ഇലാസിറ്റി, അതായത് 200 എന്നുള്ളത് 216 ആയപ്പോൾ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1. ദെൻ അതാണ് ഫസ്റ്റ് കേസ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത്. സെക്കൻഡ് കേസിലെ പ്രൈസ് ഓഫ് മാംഗോ 3 റുപ്പീസ്, മാംഗോസ് 80, ദെൻ 3 × 8 240. 240 രൂപയ്ക്കാണ് അദ്ദേഹം മാംഗോ പർച്ചേസ് ചെയ്തിരുന്നത്. എന്നാൽ അതിൻ്റെ വില കുറഞ്ഞു, 2 രൂപ 40 പൈസയായിട്ട് അത് കുറഞ്ഞു. 2.40 × 100, അപ്പോഴും 240 രൂപയ്ക്ക് തന്നെയാണ് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ദെൻ ഇവിടെ 80 കിലോഗ്രാം വാങ്ങുന്ന ആൾ 80 എണ്ണം വാങ്ങുന്ന ആൾ 100 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആ ഒരു പ്രൈസ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 240 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു ചേഞ്ചും വരാത്തത് കൊണ്ട് ഇലാസിറ്റി ഡിമാൻഡിലും അതേപോലെ തന്നെ പ്രൈസിലും ഫ്ലക്ച്വേഷൻ സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഡിക്രീസ് ചെയ്യും, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് നോ വേരിയേഷൻ ഇൻ ദ കേസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ദെർഫോർ ഇലാസിറ്റി ഈസ് ഈക്വൽ ടു 1. തേർഡ് കേസ് സംബന്ധിച്ചിടത്തോളം ദെൻ പ്രൈസ് ഓഫ് മാംഗോ 2, ദെൻ മാംഗോസ് 110, ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 220. ദെൻ അത് പ്രൈസ് എന്നുള്ളത് 2 എന്നുള്ളത് 1.6 ആയി. ദെൻ മാംഗോസ് 120, 16 × 120 ഈസ് ഈക്വൽ ടു 192. അതായത് വില കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്ത് കൂടുന്നില്ല? ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുന്നില്ല. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 192 ആയിട്ടാണ് അത് കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇലാസിറ്റി ഈസ് ലെസ് ദാൻ 1. ഇലാസിറ്റി ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയും? ഫസ്റ്റ് വൺ ഇലാസിറ്റി റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. ഇവിടെ ഇലാസിറ്റി റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. സെക്കൻഡ് കേസിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. തേർഡ് കേസിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്.
അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലായേ? ദെൻ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡോ അല്ലെങ്കിൽ ഔട്ട്ലേ മെത്തേഡ് പ്രകാരം ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇലാസ്റ്റിറ്റി തീരുമാനിക്കാം. ദെൻ ഫസ്റ്റ് കേസിൽ ഇലാസ്റ്റിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1, സോ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. സെക്കൻഡ് കേസിൽ ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 1, സോ ഇറ്റ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിറ്റി. തേർഡ് കേസിൽ ഇലാസ്റ്റിറ്റി ഈസ് ലെസ് ദാൻ 1, സോ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ദെൻ അവിടെ നമുക്കതിൻ്റെ മെഷർമെൻറ്റ് എഴുതാം. ഇൻ ദിസ് ദെൻ ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് ഇലാസ്റ്റിറ്റി ഈസ് മെഷേർഡ് ബൈ, ഇങ്ങനെ എഴുതുക, അണ്ടർ ദിസ് മെത്തേഡ് അവിടെ കുറിച്ച് വയ്ക്കുക. അണ്ടർ ദിസ് മെത്തേഡ് ഇലാസ്റ്റിറ്റി ഈസ് മെഷേർഡ് ബൈ എസ്റ്റിമേറ്റിംഗ് ദ ചേഞ്ചസ് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. Estimating the changes in the total expenditure as a result of changes in price and quantity demanded. Changes in price and quantity demanded. Under this method, the elasticity is measured by estimating the changes in total expenditure as a result of changes in price and quantity demanded. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വേരിയേഷൻ അനുസരിച്ച് നമ്മൾ ഏതിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്? ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് അതേസമയം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്നൊരു വേരിയേഷൻ മൂലം ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിലാണ് വേരിയേഷൻ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും, ടോട്ടൽ എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് നിൽക്കുകയാണ്, പ്രൈസും ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ചേഞ്ച് വരുത്തിയിട്ടും ടോട്ടൽ എക്സ്പെൻഡിച്ചർ സെയിം ആണെന്നുണ്ട് വെച്ചാൽ അതിനെ യൂണിറ്റ് ഇലാസ്റ്റിറ്റി എന്നും, ഇലാസ്റ്റിറ്റിയിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ലെസ് ദാൻ ആണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയുന്നു? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്നും പറയുന്നു. This method can be summarized in 3 parts such as, first one, if price changes but total expenditure remain constant, unit elasticity. അപ്പോൾ സെക്കൻഡ് കേസാണത്. ഇവിടെ എന്താ പറയാൻ പറ്റുക? അവിടെ നിങ്ങൾ 3 കണ്ടീഷൻസ് എഴുതിയിരിക്കണം. ആ 3 കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ നമുക്ക് അതിൻ്റെ ആ ഒരു റീസൺ നമ്മൾ അവിടെ എഴുതിയിരിക്കും. ഫസ്റ്റ് കേസ് if price changes, total expenditure remain constant. If price changes, total expenditure remain constant, so it is called as unit elasticity. Then second one is, if price changes, total expenditure moves in the opposite direction, demand is elastic. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുകയും കൂടുതൽ എക്സ്പെൻഡിച്ചർ ആവുകയും വേണം. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ കുറവ് വാങ്ങിക്കുകയും എക്സ്പെൻഡിച്ചർ കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് കേസ് എന്താ എഴുതുക? സെക്കൻഡ് വൺ, ഇഫ് പ്രൈസ് ചേഞ്ചസ് ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ. തേർഡ് കേസിൽ if price changes, total revenues moves in the same direction. Total expenditure moves in the same direction. Demand is inelastic, so it is less than 1. അതിനാണെങ്കിൽ ഡിമാൻഡിനെ ഇൻഇലാസ്റ്റിക് എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ദെൻ ഇതാണ് അതിൽ പറയാനുള്ളത് സെക്കൻഡ് മെത്തേഡ് പ്രകാരം ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ദെൻ തേർഡ് കേസ് ജോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ്. ഇനി വേറെ അനദർ മെത്തേഡ് കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണ്, ജോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ്. Geometric or point method. Under this method also developed by Marshall. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തന്നെ വേറൊരു മെത്തേഡിലൂടെ നമുക്ക് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാം. അണ്ടർ ദിസ് മെത്തേഡ് ദിസ് ഈസ് യൂസ്ഡ് ആസ് എ മെഷർമെൻറ്റ് ദ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻ റെസ്പോൺസ് ടു വെരി സ്മോൾ ചേഞ്ചസ് ഇൻ പ്രൈസ്. Thus, this method helps in measuring small changes in price at a certain point. Elasticity computed at a single point in the curve for an infinitely small changes in the price is point elasticity.
Under this method, we can measure the elasticity of demand at any point at a straight line demand curve by using the formula. നമ്മളൊരു ഇലാസ്റ്റിറ്റി നമ്മൾ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക. ദെൻ ആർ ജോമെട്രിക് മെത്തേഡ് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുല ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. ദെൻ അവിടെ നമുക്ക് നോക്കാം എന്താ ഫോർമുല. തേർഡ് മെത്തേഡ് പ്രകാരം ജോമെട്രിക് മെത്തേഡ് പ്രകാരം വി കാൽക്കുലേറ്റ് ദ ഇലാസ്റ്റിറ്റി on the basis of geometric or point method. That means elasticity is equal to, and the formula elasticity is equal to lower section of the demand curve, lower section of the demand curve, lower section of the demand curve divided by upper section of the demand curve. Lower section of the demand curve divided by upper section of the demand curve. Then ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് ഡിമാൻഡ് കർവ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ then ഇവിടെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ഫസ്റ്റ് എക്സൈസ് പ്രൈസ്, ദെൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ദെൻ ഈ ഒരു റെപ്രസെൻറ്റേഷൻ പ്രകാരം ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. പ്രൈസ് ഇൻക്രീസ്, നമ്മളിതിനൊരു സ്ട്രൈറ്റ് ലൈനായിട്ടാണ് വരയ്ക്കുന്നത്. ഈ സ്ട്രൈറ്റ് ലൈനിന് ദെൻ നമ്മളിതിന് ഓരോന്നിനും ഒരു പേര് കൊടുക്കുകയാണ് ചെയ്യണത്. ദെൻ 0 എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ദെൻ ഇവിടെ ഫസ്റ്റ് പോയിൻ്റ് എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് ഫോം ചെയ്തു. ദെൻ P2 P1 ഡിഫറെൻറ്റ് പ്രൈസസിലുള്ളതാണ്. അതായത് പ്രൈസ് എയിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഡിമാൻഡിൽ 0 ആയിട്ട് മാറുകയാണ്. ദെൻ ഇവിടെ പ്രൈസ് P2 എന്നുള്ളത് P ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പ്രൈസ് ഒന്നുകൂടെ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയണം. ഇനി പ്രൈസ് ഒന്നുകൂടെ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയണം. വീണ്ടും പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഒട്ടും ഇല്ലാതെയാവുന്നു. ആദ്യം നമ്മൾ പറയുന്നത് എന്താ, P2 എന്ന് പറയുന്ന പ്രൈസ് ആണെങ്കിൽ നമുക്ക് ഡിമാൻഡ് ഇത്രമാത്രം ഡിമാൻഡ് ഉണ്ടായിരുന്നു അല്ലേ. ദെൻ അവിടെ പ്രൈസ് ഒട്ടുമില്ല എന്നൊരു ഡിമാൻഡ് കൂടുന്നു എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. P2 എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണോ, P1ലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, P1ലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, എയിലേക്ക് പ്രൈസ് കൂടുകയാണെങ്കിൽ ഒന്നുകൂടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിച്ചു. നമുക്കറിയാലോ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം നമ്മൾ വരയ്ക്കാറുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. ഇതിൽ AB എന്ന് പറയുന്നതിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണ്. AB ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. AB ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് A2Pയും അതുപോലെ P2B എന്ന് പറയുന്ന ഭാഗവും AP എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേസമയം PB എന്ന് പറയുന്നതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കിയത്, നമ്മളൊരു അസ്യൂം ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ഇത് മെഷർ ചെയ്യാന്ന് പറയുന്നത്. അതായത് ജോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ് പ്രകാരം ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മളതിനെ കാണിക്കുകയാണെങ്കിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. ദെൻ അതിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്തു. എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് AB ഈസ് ഈക്വൽ, A എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, B എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. AB ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയല്ലോ. AB ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ദെൻ PA എന്ന് പറയാം. PA ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. PB ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അതിൻ്റെ രണ്ട് ഭാഗവും കൂടെ നോക്കുകയാണെങ്കിൽ അവിടെ PA PB ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്ന് പറയും. ദെൻ അതിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് യൂണിറ്റ് ഇലാസ്റ്റിറ്റി ആണോ എന്ന് മെഷർ ചെയ്യാനായിട്ട് ആദ്യം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കേസ് ഞാൻ നോക്കുകയാണ്. ഇതിന് AP എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ സുഖത്തിന് PA PB എന്ന് കൂടെ എഴുതാം. രണ്ടായാലും ശരി തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു PB ഡിവൈഡഡ് ബൈ PA. Therefore ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 1.
അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കുകയാണ്. ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പി ബി ഡിവൈഡഡ് ബൈ പി എ എന്ന് പറയുമ്പോൾ 3/3, ഇവിടെ എന്താ എഴുതുക, 3/3 ഈസ് ഈക്വൽ ടു 1. ദെൻ ഇറ്റ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. ഇനി നമുക്ക് ഒരു സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് വൺ പറയുന്നത് ഇലാസ്റ്റിസിറ്റി അറ്റ് P1. ഇലാസ്റ്റിസിറ്റി അറ്റ് P1 വെച്ച് നോക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് P1 വെച്ച് നോക്കുകയാണെങ്കിൽ P1 എന്ന് പറയുമ്പോൾ P1B ഡിവൈഡഡ് ബൈ P1A. P1B ഡിവൈഡഡ് ബൈ P1A. P1B എന്ന് പറയുന്നത് ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. ദാറ്റ് ഈസ് ഇത് ഫുള്ളും 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതൊരു മുക്കാൽ പോർഷനാണ്. P1 മുതൽ B വരെയുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് 4.5 ആയിരിക്കും. 4.5 ഡിവൈഡഡ് ബൈ 1.5. 4.5 ഡിവൈഡഡ് ബൈ 1.5. ആൻസർ ഈസ് 3. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. കണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? P1 to B വരെയുള്ള നോക്കുക. P1B ഡിവൈഡഡ് ബൈ P1A. That is 4.5 divided by 1.5. Answer is 3. That is greater than 1. So it is അതിനെന്താ പറയാൻ പറ്റുക? And then elastic in nature. Then next P2B at the point elasticity of demand is equal to elasticity of demand at P2 എന്ന് പറയുന്ന ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ P2B divided by P2A. That is P2B എന്ന് പറയുന്ന 1.5 divided by 4.5. That is 1/3. 1/3 is equal to less than 1. Less than 1 ആണെങ്കിൽ അതെന്താണ്? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അങ്ങനെ നോക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ബി. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ബി വെച്ച് നോക്കുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ബി ദറ്റ് ഈസ് B/BA that is 0/6. Answer is 0. Answer is 0. Relatively inelastic. Relatively perfectly elastic. Perfectly inelastic. Inelastic. Next പറയുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ദ പോയിന്റ് ഓഫ് എ വെച്ച് നോക്കുകയാണെങ്കിൽ AB ഡിവൈഡഡ് ബൈ എ ദറ്റ് ഈസ് 6/0. ദറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെയാണ് നോക്കാം. എങ്ങനെയാണ് ജോമെട്രിക് ഓർ പോയിൻ്റ് മെത്തേഡ് പ്രകാരം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ജോമെട്രിക് ഓർ പോയിൻ്റ് മെത്തേഡ് പ്രകാരം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. Lower section of the demand curve divided by upper section of the demand curve. Then geometric method ലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ കാണിച്ചു. ഒറിജിനൽ പി മെഷർ ചെയ്തു. ഇതാണ് പി എന്ന് പറയുന്നത്. ദെൻ ഇതാണ് ക്യൂ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതായിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ഒരു ലോ ഓഫ് ഡിമാൻഡ് പോലെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ അത് കാണിച്ചു. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അത് കാണിച്ചതിന് ശേഷം നമ്മൾ ഏത് പോയിൻ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ആ പോയിന്റിൽ നിന്ന് ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ദെൻ പി ആണെങ്കിൽ അറ്റ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ദ പോയിന്റ് ഓഫ് പി എന്ന് പറയുകയാണെങ്കിൽ PB ഡിവൈഡഡ് ബൈ PA. അപ്പോൾ ഇത് മൊത്തം ഒരു 6 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഗസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 6 സെൻറ്റിമീറ്ററിലെ അറ്റ് ദ പോയിന്റ് ഓഫ് പി എന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ദ പോയിന്റ് ഓഫ് പി വെച്ചിട്ട് നമ്മൾ എടുക്കാം PB ഡിവൈഡഡ് ബൈ PA. ദറ്റ് ഈസ് 3/3. ദറ്റ് ഈസ് 1. സോ ഇറ്റ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അത് ഇവിടെ എന്താ പറഞ്ഞത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അറ്റ് ദ പോയിന്റ് ഓഫ് PB ഡിവൈഡഡ് ബൈ PA. ദറ്റ് ഈസ് 3/3. ആൻസർ ഈസ് 1. So it is unit elasticity. Next at the point of P1
വില ഇൻക്രീസ് ചെയ്ത് വെച്ച് നോക്കി. P1 വെച്ച് നോക്കുകയാണെങ്കിൽ P1B divided by P1A. That is 4.5 divided by 1.5. Answer is 3. That is greater than 1. So, elasticity of demand is equal to എന്താ പറയാൻ പറ്റുക, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ദെൻ തേർഡ് പോയിന്റിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് P2 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, P2B divided by P2A. P2B divided by P2A, that is 1.5 divided by 4.5. 1.5 divided by 4.5, answer is 1/3, that is less than 1. അപ്പോൾ ഫസ്റ്റ് കേസിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റിയും സെക്കൻഡ് കേസിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചറും തേർഡ് കേസിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചറുമാണ്. ദെൻ അവിടെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ബി വെച്ചെടുക്കുകയാണെങ്കിൽ B/BA എന്ന് പറയുമ്പോൾ 0 divided by 6. 0 divided by 6, answer is 0. So it is perfectly inelastic in nature. At the point of AB divided by AB is equal to 6 divided by 0. ഏത് നമ്പർ കൊണ്ടും 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണ് 10,000 ആണെങ്കിൽ 10,000 × 0 ഏതൊരു നമ്പർ വെച്ച് നോക്കാൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ദറ്റ് ഈസ് ഇൻഫിനിറ്റ് ഇൻ നേച്ചർ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇത്രയാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് പ്രകാരമാണ് നമ്മൾ ഇലാസ്റ്റിറ്റി മെഷർ ചെയ്തിരിക്കണേ. ദെൻ ഒരു പോയിൻ്റ് കൂടിയുണ്ട് അതിൽ, ദറ്റ് ഈസ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്നൊരു പോയിൻ്റ് കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഫോർത്ത് പോയിൻ്റ് ഈസ് ആർക്ക് മെത്തേഡ്. Fourth point is arc method. Then elasticity measure ചെയ്യാനായിട്ട് ഫസ്റ്റ് പോയിന്റ് percentage or proportionate method, second method total expenditure method, third one is geometric method, and last one is arc method. Arc method, this point is applicable only when there are minute changes in price and demand. വളരെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആർക്ക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. വെൻ ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആർ ലാർജ്, ഇലാസ്റ്റിറ്റി കനോട്ട് ബി മെഷർഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഇൻ ദിസ് കേസ് ആർക്ക് മെത്തേഡ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ഇലാസ്റ്റിറ്റി. അതായത് വളരെ വെൻ ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആർ ലാർജ്, വളരെ ചെറിയൊരു ചേഞ്ചസ് വരുമ്പോഴേക്കും നല്ലോണം വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്കത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ആർക്ക് മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു സെൻറ്റൻസ് എഴുതുക, ആർക്ക് ഇലാസ്റ്റിറ്റി ഈസ് ദ ഇലാസ്റ്റിസിറ്റി അറ്റ് ദ മിഡ് പോയിൻ്റ് ഓഫ് എൻ ആർക്ക് ഓഫ് എ ഡിമാൻഡ് കർവ്. അറ്റ് ദ മിഡ് പോയിൻ്റ് ഓഫ് എൻ ആർക്ക് ഓഫ് എ ഡിമാൻഡ് കർവ്. ദെൻ ഫോർമുല, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുമ്പോൾ ആർക്ക് മെത്തേഡ് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല, ആർക്ക് മെത്തേഡിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ് divided by average demand divided by ഇങ്ങനെ എഴുതാം അല്ലേ, divided by changes in price divided by average price. ഈ ഫോർമുല എഴുതി വയ്ക്കാം. ദെൻ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഓൾ ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൈസ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ കാണിക്കുന്ന ഫോർമുല എന്താ, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് അല്ലേ, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡിമാൻഡ്. ആവറേജ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ Q1 plus Q2 divided by 2, all divided by delta P divided by average P എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, P1 plus P2 divided by 2. ഇതാണ് ഫോർമുല വി. ഡെൽറ്റ Q divided by Q1 plus Q2 all divided by 2, then all divided by delta P divided by P1 plus P2 divided by 2. then ലാസ്റ്റ് ഫോർമുലയിലേക്ക് നമുക്കിത് സമ്മപ്പ് ചെയ്ത് എഴുതാം. ഡെൽറ്റ Q divided by
delta P into P1 plus P2 divided by Q1 plus Q2. ആ 2 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ആർക്ക് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 ബൈ P2. അതായത് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2 ഡിവൈഡ് ബൈ 2 എന്നുള്ളത് ഈ 2 2 ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ അതിൻ്റെ റെസിപ്രോക്കൽ ഇടുമ്പോൾ P1 പ്ലസ് P2 എന്നുള്ള മുകളിലേക്കും Q1 പ്ലസ് Q2 എന്നുള്ള താഴത്തേക്കും പോകും. നമ്മളതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2 എന്ന് പറയുന്ന ഫോർമുല കിട്ടും. ഞാൻ ഇതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്നും ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്നും പറയുന്നു. ദെൻ ഇവിടെ ഇൻ ദ ഗിവൺ ഡയഗ്രാം അറ്റ് ദ പ്രൈസ് ഓഫ് 6 ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ് 8 കിലോഗ്രാം. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ കാണിക്കുകയാണെന്നുണ്ട് വെച്ചാൽ ദെൻ അവിടെ ഇൻ ദ ഗിവൺ ഡയഗ്രാം പ്രൈസ് ഓഫ് ₹6 ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ് 8 കിലോഗ്രാം. 6 രൂപയ്ക്ക് 8 കിലോഗ്രാം പർച്ചേസ് ചെയ്യുന്നു. എന്നാൽ ഡിമാൻഡ് ദെൻ വിച്ച് ഇൻക്രീസസ് ടു 20 കിലോഗ്രാം ഇൻ റെസ്പോൺസ് ടു ഫോളോയിങ് പ്രൈസ് 6 to 2. 2 രൂപയ്ക്ക് ആയപ്പോഴേക്കും അത് 20 കിലോഗ്രാം ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുക. ദെൻ അവിടെ ഇലാസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇലാസിറ്റി 6 rupees ആയിരുന്നപ്പോൾ 8 കിലോഗ്രാമും 2 rupees ആയിരുന്നപ്പോൾ 20 കിലോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. ദെൻ അവിടെ അങ്ങനെ ഇലാസിറ്റി ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ മിഡ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുക. ആർക്ക് ഇലാസിറ്റി, അതിൻ്റെ ഷേപ്പ് തന്നെ ഒരു ആർക്ക് ഷേപ്പിലായിരിക്കും. ദെർഫോർ ആർക്ക് ഇലാസിറ്റി പ്രകാരം ആർക്ക് ഇലാസിറ്റി ഈസ് ദ ഇലാസിറ്റി അറ്റ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എൻ ആർക്ക് ഓഫ് ഡിമാൻഡ് കർവ്. ഇതിനെയാണ് നമ്മൾ ആർക്ക് ഇലാസിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് തന്നെ ഈ ഫോർമുലയിലിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ്, അതായത് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2 എന്ന് പറയുന്ന ഫോർമുലയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ദറ്റ് ഈസ് 12/4 ഇൻറ്റു 6 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 20. ആൻസർ ഈസ് 0.86. ഇങ്ങനെയാണ് നമ്മളത് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു വേരിയൽ ലെസ് ദാൻ 1 ആണ്, സോ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഇങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻ കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഇങ്ങനെയും നമുക്ക് അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കുന്ന ആർക്ക് ഇലാസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓൾ ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൈസ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസിറ്റി മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഈസ് ഇലാസിറ്റി ഓഫ് ഇതിൽ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ പെർസെൻറ്റേജ് ഓർ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. സെക്കൻഡ് മെത്തേഡിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടായിരിക്കുന്ന വേരിയേഷൻ മൂലമാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അല്ലേ. ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ പ്രൈസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് കോൾഡ് ആസ് യൂണിറ്റ് ഇലാസിറ്റി. ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ പ്രൈസ് there will be change in total expenditure. It may be in opposite direction, so it is called as elastic in nature. If there is a change in price, there is a change in quantity demanded in same direction, that is called as relatively inelastic in demand. It is the total expenditure method. Then second method പറഞ്ഞു. Then അവിടെ third case geometric method ആണ്. Lower section of the demand curve divided by upper section of the demand curve. Then fourth method എന്ന് പറയുന്നത് ആർക്ക് മെത്തേഡാണ്. ആർക്ക് മെത്തേഡ് പ്രകാരം ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്വാണ്ടിറ്റി ഓൾ ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓൾ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൈസ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇലാസിറ്റി മെഷർ ചെയ്തിട്ട് ആ ഇലാസിറ്റി എന്താ ഇലാസ്റ്റിക് ആണോ, യൂണിറ്റ് ഇലാസിറ്റി ആണോ, റിലേറ്റീവ് ഇലാസ്റ്റിക് ആണോ, ഇൻഇലാസ്റ്റിക് ആണോ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇലാസിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ മെഷർമെൻറ്റ് ഓഫ് ഇലാസിറ്റി. Okay, thank you.